ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയെക്കുറിച്ചുള്ള ചെറിയ ഒരു കള്ളത്തരം മാത്രം അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ശ്രുതി വലിയ മലേഷ്യക്കാരിയൊന്നുമല്ല, പൈസയൊന്നും ഇല്ലാത്തവളാണെന്നുള്ള ഒരു സത്യം അറിഞ്ഞതിന് ശേഷമുള്ള എപ്പിസോഡാണ് വരുന്നത്. അങ്ങനെ പൈസ ഇല്ലെന്ന് അറിഞ്ഞതും ശ്രുതിയേയും തമ്മിൽ പിരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ഇനി ഒരിക്കലും രണ്ടുപേരും ഒരു റൂമിൽ കയറണ്ട, ഒരിക്കലും രണ്ടുപേരും തമ്മിൽ മിണ്ടാൻ പോലും സമ്മതിക്കാതെ കുറേ ഇട്ട് പാടുപെടുത്തുന്നുണ്ട് കേട്ടോ ശ്രുതിയെ. അതിനൊക്കെ ശേഷമായിട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതിക്ക് വലിയൊരു ഓർഡർ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 15 ലക്ഷം രൂപയുടെ ഒരു പർച്ചേസ് അവരുടെ ക്ലയൻസിന് വന്നിട്ട് അത് നമ്മുടെ ശ്രുതിക്ക് പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതോട് കൂടിയിട്ട് ചന്ദ്രമതിക്ക് ശ്രുതിയോടുള്ള എല്ലാ ദേഷ്യവും മാറുകയാണ്. കാരണം ചന്ദ്രമതി സ്നേഹിക്കുന്നത് പണത്തിനെയാണെന്ന് നമുക്കറിയാം. അങ്ങനെ ആ പണം ശ്രുതിക്ക് വലിയൊരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ബിസിനസ്സിന് കാരണമായത് ശ്രുതി ആയതുകൊണ്ട് തന്നെ വീണ്ടും ശ്രുതിയെ എടുത്ത് തലയിൽ വെക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നിട്ട് ശ്രുതിയും വീണ്ടും ഒന്നിപ്പിക്കുകയാണ്. കുറേ നാൾ അവരെ ഇങ്ങനെ മാറ്റി കിടത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ചന്ദ്രമതി അവർക്ക് വലിയൊരു റൂമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ശാന്തി മുഹൂർത്തമൊക്കെ നടത്തിയാണ് വീണ്ടും നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശ്രുതിയെ സോപ്പിട്ടിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കൊടുക്കുകയാണ്. എന്നാൽ എപ്പോഴും നമ്മുടെ രേവതി തന്നെയാണ് കേട്ടോ വീണ്ടും ആ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്തേക്ക് വരുന്നത്. നമ്മുടെ വർഷയാണെങ്കിൽ നല്ല ബോൾഡ് ആയതുകൊണ്ട് കണക്കിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി അങ്ങോട്ടേക്ക് നോക്കാറ് പോലും ഇല്ല. പക്ഷേ ഒരിത്തിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ രേവതിയും അങ്ങനെ ആവണം. ഇങ്ങനെ എന്തായാലും മരുമകൾ ഒരിക്കലും ഇത്ര അടിമയാകേണ്ടതില്ല, കുറച്ചൊക്കെ ബോൾഡ് ആവണമെന്ന് ചിന്തിക്കുന്നവര് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ കമന്റ്സുകളും രേഖപ്പെടുത്തണേ. അങ്ങനെ പതിവ് പോലെ രാവിലെ തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ കിച്ചണിൽ ഓരോ പരിപാടികളൊക്കെയാണ്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമല്ലോ. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് കുറേ പച്ചക്കറികളായിട്ട് മീന് ഇറച്ചിയൊക്കെ ആയിട്ട് പലതരം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് രേവതിയുടെ മുമ്പിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. രേവതി ശ്രുതിയും ഒരുപാട് ടയേർഡാണ്, അവർക്ക് പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയ ഒരുപാട് ഫുഡ് കൊടുക്കണം, അതുകൊണ്ട് ഇതെല്ലാം നീ ഇന്ന് വെച്ച് വെക്കണമെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അമ്മേ എനിക്കിന്ന് വലിയൊരു ഓർഡർ ഉണ്ട്, കുറേ സ്ഥലത്ത് പൂ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിനെല്ലാത്തിനും കൂടി സമയം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓ പിന്നെ വലിയൊരു പൂക്കച്ചവടക്കാര് വരുന്നുണ്ട്, എന്തായാലും ശ്രുതിയും സമ്പാദിക്കുന്നതിന്റെ ഒരു പകുതി പോലും ഒരു അംശം പോലും നീ സമ്പാദിക്കുന്നില്ലല്ലോ. നിന്റെ പൂവൊക്കെ നാളെയാണേലും കേട്ടാ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് നീ എവിടാണെന്ന് വെച്ചാൽ പോകുന്ന തീർത്ത് പറയാണ് ചന്ദ്രമതി. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ വർഷ കിച്ചണിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതിയുടെ നേരെ ചോദിക്കുന്നുണ്ട്, ആന്റി എന്ത് വർത്തമാനോ പറയുന്നേ, ഇത്രയ്ക്ക് സ്റ്റുപ്പിഡാവല്ലേ? രേവതി ചേച്ചിയുടെ ഡ്യൂട്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എല്ലാവർക്കും അവരവരുടേതായ ജോലി പ്രാധാന്യമുള്ളത് തന്നെയാണ്. പിന്നെ രേവതി ചേച്ചി എല്ലാവർക്കും കോമൺ ആയിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് വേണമെങ്കിൽ അവര് തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ, അവരുടെ കൈ താളന്നൊന്നും പോയിട്ടില്ലല്ലോ. പിന്നെ ആന്റി ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെ മാറിയത്? ആന്റിക്ക് വല്ല ഓന്തിന്റെ സ്വഭാവമാണോ ഉള്ളത്? ഇത്രയും നാള് ശ്രുതി ചേച്ചിക്ക് ക്യാഷ് ഇല്ല, മലേഷ്യക്കാരനൊന്നും അല്ലെന്നും അറിഞ്ഞപ്പോ ആന്റി ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ കണ്ടതാണ്. ഇപ്പൊ എന്തോ വലിയൊരു ഓർഡർ ശ്രുതിച്ചേട്ടന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ആന്റി ശ്രുതി ചേച്ചിയെ വീണ്ടും തലയിൽ എടുത്തു വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആന്റി എങ്ങനെ വേണമെങ്കിലും ആയിക്കോ, ശ്രുതി ചേച്ചിയും അങ്ങനെയുള്ള തന്നെയല്ലേ, അപ്പൊ നിങ്ങൾ പരസ്പരം എങ്ങനെ വേണമെങ്കിലും ആയിക്കോ എന്നും പറഞ്ഞിട്ട് ഈ പാവം രേവതി ചേച്ചിയുടെ മേലെ എന്തിനാ നിങ്ങൾ കയറാൻ വരുന്നത്? രേവതി ചേച്ചി മിണ്ടാതെ തിന്ന് നിങ്ങൾക്ക് ഒരു അല്പം ബഹുമാനം തരുന്നെന്ന് കരുതി രേവതി ചേച്ചിയുടെ മണ്ടയിൽ കുതിര കയറാൻ നിൽക്കണോന്ന് ചോദിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, വർഷേ നീ എന്തിനാ ഇപ്പോ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടുന്നത്? ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, രേവതിയോടല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങള് രേവതി ചെയ്യട്ടെ എന്ന് പറയാണേ. ഈ സമയം വർഷ വീണ്ടും പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇതൊന്നും കാണുന്നില്ലേ? ഇവരുടെ നാടകവും ആട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്? ചേച്ചി എന്താ ഇങ്ങനെ ആവുന്നത്? പിന്നെ
ഈ വീട്ടില് അതും പ്രത്യേകിച്ച് ഇവരുടെ മുമ്പിൽ നല്ല പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടേ കിടന്നാടു ഒടിഞ്ഞ് പണിയെടുത്താലും ആരും അതിനൊരു നല്ല വാക്ക് പറയാൻ പോകുന്നില്ല. മരിച്ച് മണ്ണടിഞ്ഞു പോയാലും ഇവര് ചേച്ചിയെക്കുറിച്ച് നല്ലൊരു വാക്ക് പറയത്തുമില്ല. പിന്നെ ഇതുപോലുള്ളവരുടെ അടുത്ത് പറയേണ്ട സമയത്ത് പറയേണ്ട മറുപടി കൊടുത്താലേ സുഖമായിട്ട് ജീവിക്കാന്നിങ്ങനെ രേവതിയോടായിട്ട് വർഷ പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, അത് വർഷേ ഞാൻ സച്ചിയേട്ടന്റെ അമ്മയല്ലേ എന്ന് കരുതിയിട്ടാ മിണ്ടാതെ നിന്ന് കേൾക്കുന്നത്. രേവതി ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതും ഇവരുടെ മുമ്പിൽ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞ് വർഷ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് കേട്ടോ. വർഷ പോയി കഴിയുമ്പോഴേക്കും രേവതിയും ചിന്തിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അമ്മേ എല്ലാവർക്കും വിശപ്പിന് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനൊന്നും എന്തായാലും എനിക്ക് സമയമില്ല. പ്രത്യേകിച്ച് ശ്രുതിയുടെ ഭർത്താവിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. അത് ശ്രുതി ചെയ്തു കൊടുക്കട്ടെ എന്ന് തീർത്തു പറയാണ് രേവതി. ഇത് കേട്ടിട്ട് ചന്ദ്രമതി പറയുന്നുണ്ടോ, ഓ അങ്ങനെ വരട്ടെ. എടി പൂക്കാരി, നീയാണ് അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഈ ആട്ടം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി വർഷേ നീയല്ലേടി വിളിച്ചു വരുത്തിയത്. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ? അമ്മേ ഇല്ലെന്നല്ലേ പറഞ്ഞത്. ഞാൻ അച്ഛനും അമ്മയ്ക്കും വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സ്പെഷ്യലായിട്ട് അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി കൊടുക്ക്. അത് അല്ലാതെ എനിക്ക് എന്റെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രേവതി തീർത്ത് മറുപടി പറയാണ്. ഇത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. അതെടി പൂക്കാരി, നീ ഈ വീട്ടിൽ കിടന്ന് ഇത്ര ആട്ടം ആടുന്നതേ ആ കൊടിയ നിനക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ നീ ഇതിനൊന്നും മുതിരില്ലായിരുന്നെന്ന് എനിക്കറിയാന്ന് പറയാണേ. എന്നാൽ നമ്മുടെ വർഷ പോയതിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വീണ്ടും തിരിച്ചു വരികയാണ് കേട്ടോ. ആന്റി എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? രേവതി ചേച്ചി തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ രേവതി ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇനി കഴിയില്ലെന്ന്. പിന്നെന്തിനാ ആന്റി വീണ്ടും രേവതി ചേച്ചിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ആന്റിയുടെ പണി നോക്കി പോവാൻ നോക്ക്. പിന്നെ ആന്റിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു ദിവസം ശ്രുതി ചേച്ചിയോട് പറ ആന്റി പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അമ്മായിയമ്മ എന്നുള്ള ഒരു ബഹുമാനമേ രേവതി ചേച്ചി തരുമ്പോ ആന്റി അതിനെ മാക്സിമം മുതലെടുക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും ആന്റി ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ആന്റി ഇപ്പോ ഈ ആടുന്ന ആട്ടത്തിനൊക്കെ ഉണ്ടല്ലോ, പിന്നീടായിട്ട് ദൈവത്തിൻ്റെതായ ഒരു സമയം വരും. ആന്റി ആണെങ്കിൽ വയ്യാതെ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്തെ പച്ചവെള്ളം തരാൻ പോലും ഒരു മനുഷ്യനുണ്ടാവില്ല. പിന്നെ ആന്റി ഒരു കാര്യം കൂടി ഓർത്തോളൂ, ആന്റിയുടെ ഈ മട്ടും പാവവും ഒക്കെ കണ്ടാലേ ആന്റിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരി എന്ന് തോന്നുമല്ലോ എന്നിങ്ങനെ വർഷ പറഞ്ഞു കഴിയുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് വല്ലാണ്ട് ഉരുകി പോവാണ് കേട്ടോ. എന്നാൽ ഇവരുടെ ഈ സംഭാഷണങ്ങളെല്ലാം നമ്മുടെ ശ്രുതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കയറിയാൽ ശ്രുതിക്ക് പണി കിട്ടുമെന്ന് ശ്രുതിക്ക് അറിയാം. എങ്കിലും ശ്രുതിയുടെ പേര് പറഞ്ഞിട്ടാണല്ലോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ പ്രശ്നങ്ങൾ ഇരട്ടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ എന്തായാലും എനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഇനി ഞാൻ ഉണ്ടാക്കിക്കോളാം. അതിന്റെ പേരിൽ ഇവിടെ ആരും ബഹളം ഉണ്ടാക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയം വർഷ പറയുന്നുണ്ട്, ആഹാ ശ്രുതി ചേച്ചി എത്തിയല്ലോ. ശ്രുതി ചേച്ചി തന്നെ പറഞ്ഞല്ലോ ആന്റിക്കിപ്പോ സമാധാനമായില്ലേ? എങ്കിൽ പിന്നെ ശ്രുതി ചേച്ചിക്ക് ഇത് നേരത്തെ വന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? അവിടെ നിന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുമായിരുന്നല്ലേ? എന്തായാലും രേവതി ചേച്ചി അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവരുണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞു. രേവതി ചേച്ചി ഇങ്ങ് പോരെന്നും പറഞ്ഞിട്ട് വർഷയാണെങ്കിൽ രേവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ സച്ചിയും ഈ രംഗങ്ങളെല്ലാം ഇവരുടെ സംഭാഷണങ്ങളെല്ലാം മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയിൽ നിന്ന് വർഷ രേവതിയുടെ കൈയും പിടിച്ച് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും സച്ചി അവിടെ നിന്ന് കൈ കൊട്ടുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അവർ നോക്കുമ്പോഴേക്കും വർഷേ കൈ കൊടുക്ക്. എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഓരോന്നും കൃത്യമായിട്ട് തന്നെ വർഷ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാകാത്തതേ എൻ്റെ ഭാര്യയ്ക്കാണ്. അവളോട് ഞാൻ എത്ര തവണ പറഞ്ഞു കൊടുത്താലും അവൾക്ക് അവരെ മനസ്സിലാകില്ല. അത് അവള് വിചാരിക്കുന്നത് മുതിർന്നവരെ ബഹുമാനിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഞാൻ ഓർക്കാറുണ്ട് ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെയുള്ള ആളുകളുണ്ടോയെന്ന്. മുതിർന്നവർക്ക് ബഹുമാനമൊക്കെ കൊടുക്കണം, പക്ഷെ അത് കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചു തരുന്നവരുടെ മുമ്പിൽ ആകണമെന്ന് മാത്രമേ ഉള്ളൂ.
ഈ രേവതി ഉണ്ടല്ലോ, അവളുടെ കയ്യിൽ ആര് വെള്ളം കൊടുത്താലും തീ കൊടുത്താലും അവളത് കൈനീട്ടി സ്വീകരിക്കും. അതാണ് അവളുടെ പ്രശ്നം. ഈ പറയുന്ന മുതിർന്നവരുണ്ടല്ലോ, അവളെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി അരച്ചാൽ കൂടിയിട്ട് അവള് പ്രായത്തിന് മുതിർന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് അവള് മിണ്ടാതിങ്ങ് പോരും. വർഷ പറഞ്ഞതാണ് കറക്റ്റ് പോയിന്റ് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അതിനുശേഷം സച്ചിയാണെങ്കിൽ രേവതിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, രേവതി, നിന്റെ ചിന്തകളും നിന്റെ പ്രവൃത്തികളും ഒന്നും തെറ്റായിട്ടുള്ളതല്ല. എന്നാൽ അത് പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് ശരിയായ ഒരു റെസ്പെക്റ്റ് തിരിച്ചു കിട്ടുക. പിന്നെ നീ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് എനിക്ക് മനസ്സിലാവും. നീ എന്ത് ചെയ്താലും നിന്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും. എന്നാൽ എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അത് പറയേണ്ടടുത്ത് പറയുകയും നിന്റെ ഉയർച്ചയിലേക്ക് നീ പോയിക്കൊണ്ടേയിരിക്കണം. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് നിന്റെ ജീവിതം പാഴാക്കി കളയരുത്. എന്തായാലും എല്ലാ കാര്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട് രേവതി എന്ന് സച്ചി പറയാണ് കേട്ടോ. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ശ്രുതിക്കങ്ങും ഭ്രാന്ത് പിടിച്ചതുപോലെ ആവുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. നേരെ ശ്രുതിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ശ്രുതിക്കിട്ട് പോയി ഒരു ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ ശ്രുതി, ഞാൻ ഉറങ്ങട്ടെ? നിങ്ങളിങ്ങനെ കിടന്നോണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ. ശ്രുതി, നീ എഴുന്നേറ്റ് പോയിട്ട് നിങ്ങളുടെ അനിയൻ ഏട്ടൻ എന്താ പറയുന്നതെന്ന് അങ്ങോട്ട് പോയി നിന്നൊന്ന് കേക്ക്. അവനവന്റെ ഭാര്യനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടു പഠിക്ക്. ഇതേപോലെ ഒരവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് വന്നപ്പോ നിന്റെ അമ്മയുണ്ടല്ലോ എന്നെ ഈ വീട്ടിലിട്ട് ചവിട്ടി അരയ്ക്കുമായിരുന്നു. എന്നിട്ട് ഒരക്ഷരം മിണ്ടാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞോ? എന്തിനോ ഒരു നോട്ടം കൊണ്ടെങ്കിലും നീ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ നേരെ ശ്രുതി പറയാണ്. ശ്രുതി, എന്താ പറയുന്നത്? ഞാൻ അമ്മയോട് എങ്ങനെയാ ദേഷ്യപ്പെടുന്നത്? നിനക്കറിയാവല്ലോ, അമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതെ ശ്രുതി, എനിക്കറിയാം. നീ നിന്റെ അമ്മയോട് ഒന്നും പറയണ്ട. എന്നും അമ്മ മാത്രം മതിയല്ലോ. പിന്നെ ഞാൻ എന്തിനാ? പിന്നെ ഈ അമ്മയുടെ സ്വഭാവമേ നീ തന്നെ കണ്ടതല്ലേ. എനിക്കിപ്പോ പണം വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും ലക്ഷങ്ങള് പ്രോഫിറ്റ് ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ ഇപ്പൊ കണ്ടില്ലേ, ആന്റി വീണ്ടും എന്നെ തലയിൽ കയറ്റി വെച്ചാ ആടുന്നത്. ഇതിനി ഒരു ദിവസം ഇല്ലാണ്ടാവുമ്പോ വീണ്ടും ഇതേ അവസ്ഥ തന്നെ എത്തും. എന്റെ വിധി അല്ലാതെന്താ. സുധിയെ പോലെ ഒരാളെ വിവാഹം കഴിച്ച എന്റെ തെറ്റാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുധിയെ ഇങ്ങനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതിയാണെങ്കിൽ ഒരു മറുപടിയും പറയാതെ ശ്രുതി എന്നെ അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വർഷയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ സംസാര വിഷയം എന്ന് പറയുന്നത്, ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയെ ഇത്രയും നാള് കള്ളത്തരങ്ങൾ അറിഞ്ഞിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തല്ലോ. അതിനുശേഷം വീണ്ടും പണം വരുവാന്ന് കണ്ടപ്പോൾ ശ്രുതിയെ തലയിൽ എടുത്തു വെച്ച് ആടുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നാൽ രേവതി പറയുന്നുണ്ട്, അത് വർഷേ, അമ്മയാണെങ്കിൽ ചെറുപ്പകാലത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പണത്തിന് ഇത്രയും വാല്യൂ കൊടുക്കുന്നത്. തന്നെയല്ല, അതുകൊണ്ടായിരിക്കും ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ പറയാനേ. എന്നാൽ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്താ ഈ പറയുന്നത്? അന്ന് അച്ചമ്മയുടെ കാലത്ത് അച്ചമ്മയുടെ കൂടെ ഒരുപാടൊന്നും നാളെ നിന്നിട്ടുണ്ടല്ലോ. തന്നെ വീടെടുത്തു മാറി 3 മക്കളെ പ്രസവിച്ച ആ വീട്ടിലെ റാണിയായിട്ടാണ് ഇവര് താമസിച്ചത്. അപ്പോൾ അവർക്കതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ല. തന്നെയല്ല, 3 ആൺമക്കളല്ലേ ഉള്ളത്. അപ്പോൾ ഒരു പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊരു വീട്ടിൽ ചെന്നാല് ആ പെൺകുട്ടി അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളെ കുറിച്ചൊന്നും അവർക്കറിയേയില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെയാണ് രേവതി ചേച്ചിനോട് അവരിങ്ങനെ പെരുമാറുന്നത്. എന്തായാലും രേവതി ചേച്ചി, ഇനി നമ്മൾ കരുതിയിരിക്കണം. ശ്രുതി ചേച്ചിയുടെ കൈകളിൽ നിന്ന് പിടിച്ച് നമ്മുടെ കരങ്ങളിലാക്കണം ആന്റിയുടെ ഇനിയുള്ള ഓരോ നീക്കങ്ങളെന്ന് പറയുകയാണെ. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രേവതി ചേച്ചിയോട് ഞാൻ പറഞ്ഞു തരാം. രേവതി ചേച്ചി എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് വർഷ പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, വർഷേ, എന്നാലും അമ്മയുടെ അടുത്ത് എന്നെ കൊണ്ട് അങ്ങനെയൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മയെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാനും പറ്റില്ല എന്ന് പറയാനേ. എന്നാൽ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി, ഞാൻ പറയുന്നതൊന്ന് കേട്ട് അതേ രീതിയിൽ മൂവ് ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ആൻറ്റി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ രേവതി ചേച്ചി അത് തീർത്ത് ഇല്ല എന്നങ്ങ് പറഞ്ഞേക്കണം. 1-2 തവണ മറുപടി കട്ടയ്ക്ക് കിട്ടിക്കഴിയുമ്പോഴേ പിന്നെ ആൻറ്റി അങ്ങ് അടങ്ങിക്കോളും. പിന്നെ രേവതി ചേച്ചി ഇപ്പോൾ ഒന്നുമല്ല, അയ്യോ ആൻറ്റി പറഞ്ഞതല്ലേ എന്ന് കരുതി വീണ്ടും ചെയ്തു കൊടുക്കാനിരുന്നാലേ രേവതി ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി രേവതി ചേച്ചിയുടെ ശരീരം തന്നെ ഇല്ലാതാവും.
എന്തായാലും പണമില്ലാത്തതിന്റെ പേരിൽ ചേച്ചിയെ ഒരിക്കലും അവര് സ്നേഹിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ചേച്ചി എന്തിനാ വെറുതെ ചേച്ചിയുടെ ആരോഗ്യം കളഞ്ഞ് അവരുടെ പുറകെ നടക്കുന്നത്? ഒരു 4 തവണ ചേച്ചി പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞു കഴിയുമ്പോഴേ അവര് പിന്നെ തന്നെ അങ്ങ് മാറിക്കോളും. പല വിധത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റില്ല അമ്മയെന്ന് തീർത്ത് പറയുക. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിക്കോളും. എന്തായാലും രേവതി ചേച്ചി ഇത് കുറച്ച് കഷ്ടമായി പോയി കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രേവതി ചേച്ചിക്ക് പറഞ്ഞു തരേണ്ട അവസ്ഥയായി പോയല്ലോ. രേവതി ചേച്ചിക്ക് എന്നെ കയ്യിലും പ്രായവും അനുഭവങ്ങളും ഒക്കെ കൂടുതലില്ലേ. അപ്പൊ രേവതി ചേച്ചി എനിക്കാണ് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടിയിരുന്നെന്ന് പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ തട്ടിയിട്ട് വർഷിച്ചിരിക്കുകയാണ്. എന്നാൽ രേവതി പറയുന്നുണ്ട്, പക്ഷേ നിനക്ക് എൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഞാൻ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതാണ്. എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും ഒക്കെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ നിന്റെ അവസ്ഥ അതല്ല. നിന്റെ അമ്മയും അച്ഛനും ഒക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ പണവും ഉള്ളതുകൊണ്ട് തന്നെ അമ്മ നിന്റെ അടുത്ത് കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും വരാത്തത്. രേവതി ചേച്ചി അതുപോലെ തന്നെയല്ലേ ആ ശ്രുതി ചേച്ചിയുടെയും കാര്യം. ഇപ്പൊ കണ്ടില്ലേ, ശ്രുതി ചേച്ചിക്കാണെങ്കിൽ പണമൊന്നും ഇല്ലെന്നറിഞ്ഞു. രേവതി ചേച്ചിക്ക് പറയാനാണെങ്കിൽ ഒരു വീടുണ്ട്, ആ വീട് എവിടെയാണെന്നെങ്കിലും അറിയാം. എന്നാൽ അവരുടെ കാര്യം അതുപോലെയാണോ? വീടുണ്ടോ, വീട് എവിടെയാണ്, ആരാണ് അച്ഛനും അമ്മയെന്നും പോലും ആർക്കും അറിയില്ല. പിന്നെ അവരെടുത്ത് തലയിൽ വെച്ച് ആടുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കുകൊണ്ട് മാത്രമാണ്. രേവതി ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരാനുള്ളത് പറഞ്ഞു തന്നു. ഇനി രേവതി ചേച്ചിയുടെ കയ്യിലാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ജീവിത അവസാനം വരെ ഇവർ ആട്ടും തുപ്പും കേട്ട് ഇങ്ങനെ അങ്ങ് നടക്കാം. എന്തായാലും രേവതി ചേച്ചി ഒന്ന് ചിന്തിച്ചോളൂ. വീടും കൂടിയും എവിടെയാണെന്ന് അറിയാത്ത അവളെക്കായാലും എന്തുകൊണ്ടും ഒരുപാട് ഉയരെ തന്നെയാണ് രേവതി ചേച്ചി ഉള്ളത്. അത് ആന്റിയുടെ മുമ്പിൽ സ്ട്രോങ് ആയിട്ട് രേവതി ചേച്ചി നിന്നാൽ തന്നെ ജീവിതം സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ട് വർഷ അവിടെ നിന്ന് പോവാണ് കേട്ടോ. രേവതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോ ഇനി നമ്മുടെ രേവതി തകർത്ത് കയറാൻ പോവാണോ, ചന്ദ്രമതി താഴേക്ക് വീഴാൻ പോവാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമന്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.